ഒരു സിനിമ കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കരഞ്ഞിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതയ്ക്ക് മുന്നിൽ സർവൈവ് ചെയ്യാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞു സഹോദരങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ കഥയാണിത്. മരണത്തെ പോലും തോൽപ്പിക്കുന്ന സ്നേഹം. കണ്ണു നനയാതെ ഒരിക്കലും കണ്ടു തീർക്കാൻ കഴിയില്ല ഈ പടം. 1998 പുറത്തിറങ്ങിയ സ്റ്റുഡിയോ ഗിബ്ലിയുടെ വിശ്വപ്രസിദ്ധമായ മാസ്റ്റർ പീസ് ആനിമേ മൂവി ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വർഷം 1945. രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ അവസാന മാസങ്ങളിൽ എത്തി നിൽക്കുന്ന സമയം. ജപ്പാനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നു. അവിടെ വിശന്ന് തളർന്ന് മരിക്കാനായി കിടക്കുന്ന ഈ 14 വയസ്സുകാരനാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം സെയ്റ്റ. അതിലൂടെ പോകുന്ന എല്ലാവരും അറപ്പോടെയാണ് അവനെ നോക്കുന്നത്. ദയ തോന്നിയ ഒരേ ഒരാള് അവന് കഴിക്കാൻ ഭക്ഷണം വെച്ചെടുക്കുന്നുണ്ട്. എന്നാ അതൊന്നും എടുത്ത് കഴിക്കാനുള്ള ആരോഗ്യം പോലും അവനുണ്ടായിരുന്നില്ല. അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കാണ്. മരിക്കുന്നതിന് മുമ്പേ അവന്റെ വായിൽ വന്നൊരു പേര് സെറ്റ്സുക്കോ, അവന്റെ കുഞ്ഞനിയത്തി. അവിടെ അവനെ പോലെ തന്നെ വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു ക്ലീനിങ് സ്റ്റാഫ് വന്ന് അവനെ ചെക്ക് ചെയ്യാണ്. സെയ്റ്റയുടെ പോക്കറ്റിൽ നിന്ന് പഴയൊരു മിഠായി ടിൻ അയാൾക്ക് കിട്ടുന്നുണ്ട്. അത് അയാള് പുറത്ത് ദൂരെ വലിച്ചെറിയാണ്. ആ ടിന്നിൽ നിന്നും സെറ്റ്സുക്കോന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങള് പുറത്തു വരികയാണ്. അപ്പോ അവിടെ നിറയെ മിന്നാമിനിങ്ങള് പ്രത്യക്ഷപ്പെടുകയാണ്. ഒപ്പം സെറ്റ്സുക്കോന്റെ ആത്മാവും അവിടെ വരികയാണ്. സെയ്റ്റയുടെ ബോഡി കണ്ട് അങ്ങോട്ട് അവള് പോകാൻ നിൽക്കുമ്പോ പുറകെ വരുന്ന സെയ്റ്റയുടെ ആത്മാവ് അവളെ വിളിക്കാണ്. സെയ്റ്റയെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ആ പഴകിയ മിഠായി ടിൻ അവൻ കയ്യിലെടുക്കാണ്. അപ്പോ അത് പുതിയതുപോലെ ആവുന്നു. അതവൻ സെറ്റ്സുക്കോക്ക് കൊടുക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായികളായിരുന്നു അത്. സ്റ്റേഷനിൽ വന്ന ഒഴിഞ്ഞൊരു ട്രെയിനില് രണ്ടുപേരും കയറുകയാണ്. ട്രെയിനിൽ ഇരുന്ന് സന്തോഷത്തോടെ ആ ഒരു മിഠായികൾ കഴിക്കാണ്. പുറത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളിൽ നിന്നും ബോംബ് മഴ പെയ്യുന്നത് അവർ ട്രെയിനിൽ ഇരുന്ന് കാണാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ആവുമ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്ക് കഥ പോവുകയാണ്. സെയ്റ്റയുടെ ഗ്രാമത്തിന് മുകളിലൂടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പടരാൻ തുടങ്ങിയിരുന്നു. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഷെൽട്ടറിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൈറൻ ഉറക്കെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ളവരെല്ലാം ജീവൻ രക്ഷിക്കാനായി ഷെൽട്ടറിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെയ്റ്റ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന തിരക്കിലാണ്. അവന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഷെൽട്ടറിൽ എത്താൻ പറഞ്ഞ് അവൻ അമ്മയെ പറഞ്ഞു വിടുകയാണ്. അവന്റെ അച്ഛൻ ജാപ്പനീസ് നേവിയുടെ ക്യാപ്റ്റൻ ആണ്. ഇപ്പോ യുദ്ധം നയിച്ചോണ്ടിരിക്കുകയാണ്. 4 വയസ്സുകാരിയായ കുഞ്ഞനുജത്തിയെ തോളിൽ കെട്ടി അവളുടെ കുഞ്ഞു പാവയും അച്ഛന്റെ ഒരു ഫോട്ടോയും കയ്യിലെടുത്ത് പെട്ടെന്ന് തന്നെ ഷൂ ഇട്ട് അറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. യുദ്ധവിമാനങ്ങളിൽ നിന്നെല്ലാം തീമഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയൊക്കെ ഓടി അവൻ ഷെൽട്ടറിൽ എത്തുകയാണ്. എന്നാൽ ജനങ്ങളുടെ തിരക്ക് കാരണം ഷെൽട്ടറിലേക്ക് കയറാൻ കഴിയാതെ ബ്ലോക്കായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് പലരും വീണു പോകുന്നുണ്ട്. ആകെ കൂടി വല്ലാത്തൊരു അന്തരീക്ഷം. അവിടെ നിന്ന് രക്ഷപ്പെട്ട് സെയ്റ്റ ഒരു കുന്നിൻചേരിയിൽ വന്ന് ഒളിക്കുകയാണ്. പാവം സെറ്റ്സുക്കോ വല്ലാണ്ട് പേടിച്ചു പോയിരുന്നു. സെയ്റ്റ അവളെ സമാധാനിപ്പിക്കുന്നു. സെറ്റ്സുക്കോ അമ്മയെ പറ്റി അന്വേഷിക്കാണ്. പേടിക്കണ്ട, അമ്മ ഷെൽട്ടറിൽ സേഫ് ആയിരിക്കും. കുറച്ചേരം റെസ്റ്റ് എടുത്ത് നമുക്ക് അമ്മയുടെ അടുത്ത് പോകാം. നീ ഓക്കെ അല്ലേ? എന്റെ ഒരു ഷൂ മിസ്സായി പോയി. സാരില്ലാട്ടോ, നിനക്ക് ഞാൻ ഇതിലും നല്ലത് വാങ്ങിത്തരാം, സെയ്റ്റ പറയാണ്. എല്ലാം ഒന്ന് അടങ്ങിയ ശേഷം അവൻ അമ്മയെ അന്വേഷിച്ചിറങ്ങാണ്. അവരുടെ ഗ്രാമമെല്ലാം വെറും ചാരമായി മാറിയിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകള് ഷെൽട്ടറിൽ ഉണ്ടായിരുന്നവർക്ക് അപകടം പറ്റിയതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അമ്മയെ എങ്ങും കാണാനില്ല. അന്തരീക്ഷത്തിലെ ചാരവും പൊടിയും എല്ലാം തട്ടി സെറ്റ്സുക്കോയുടെ കണ്ണെരിയാൻ തുടങ്ങാണ്. ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷനായിട്ട് എലിമെന്ററി സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് സെയ്റ്റ. അവളെയും കൂട്ടി അങ്ങോട്ട് പോകുകയാണ്. രക്ഷപ്പെട്ടവരെല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. സെയ്റ്റ അവിടെ കണ്ട് പരിചയമുള്ള ഒരു ആന്റി അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അമ്മയ്ക്ക് നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട്, നീ ഉടനെ തന്നെ ചെന്ന് കാണുമെന്ന് അവര് അവനോട് പറയാണ്. സെറ്റ്സുക്കോയെ ആ ആന്റിയുടെ അടുത്താക്കി സെയ്റ്റ നേരെ അമ്മയെ കാണാൻ വേണ്ടി പോവാണ്. ശരീരം മുഴുവൻ നല്ല രീതിക്ക് പൊള്ളലേറ്റ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അമ്മ. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ കഷ്ടത്തിലായിരിക്കുമെന്ന് അവൻ അറിയിക്കുകയാണ്. അമ്മയ്ക്കിപ്പോ സുഖല്ല, ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഭേദാവും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോയി കാണാട്ടോ. ഇന്ന് രാത്രി നമുക്ക് ഈ സ്കൂളിൽ നിൽക്കാം, നാളെ നമ്മുടെ ആന്റിയുടെ അടുത്ത് പോകാം എന്ന് സെയ്റ്റ സെറ്റ്സുക്കോയോട് പറയാണ്. അതൊന്നും കേൾക്കാതെ കുഞ്ഞു സെറ്റ്സുക്കോ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാണ്. അവളെ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് സെയ്റ്റ അവനറിയാവുന്ന ജിംനാസ്റ്റിക് മൂവ്സ് എല്ലാം അവൾക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം അമ്മ മരണപ്പെടുകയാണ്. മരിച്ചവരെല്ലാം കൂട്ടിയിട്ട് അവര് സംസ്കരിക്കുകയാണ്. സെറ്റ്സുക്കോയെ ആന്റിയുടെ വീട്ടിലാക്കി സെയ്റ്റ ചടങ്ങിനെത്തുകയാണ്. അമ്മ മരണപ്പെട്ട കാര്യം സെറ്റ്സുക്കോയുടെയും ആന്റിയുടെയും അടുത്ത് നിന്ന് സെയ്റ്റ മറച്ചു വെക്കാണ്. അവരുടെ അച്ഛന്റെ സിസ്റ്ററാണ് ഈ ആന്റി. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആന്റി ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം സെയ്റ്റ അവര് മണ്ണിനടിയിൽ കുഴിച്ചിട്ട ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് ആന്റിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യനിലയെ പറ്റി ആന്റി അവനോട് ചോദിക്കാണ്.
അമ്മ ആക്ച്വലി 2 ദിവസം മുന്നേ മരണപ്പെട്ടിരുന്നു എന്ന കാര്യം അവൻ ആന്റിയോട് പറയാണ്. സെച്ചിക്കോ ഒരു കാരണവശാലും ഇത് അറിയരുതെന്നും അവൻ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം അച്ഛനെ എഴുതി അറിയിക്കാൻ ആന്റി ആവശ്യപ്പെടുന്നുണ്ട്. രാത്രി സെയ്റ്റയും സെച്ചിക്കോയും ഒരു പബ്ലിക് ബാത്ത് ഹൗസിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആവാണ്. തിരികെ വരുമ്പോ ഒരുപാട് മിന്നാമിന്നുകൾ പാറി നടക്കുന്ന സ്ഥലം അവര് കാണാണ്. രണ്ടുപേരും കുറച്ചു നേരം അവിടെ നിൽക്കാണ്. സെയ്റ്റ സെച്ചിക്കോക്ക് ഇഷ്ടപ്പെട്ട ക്യാൻഡി അവളുടെ വായിൽ വെച്ചെടുക്കാണ്. സെച്ചിക്കോയുടെ സന്തോഷം കണ്ട് കുറച്ചു നേരം അവരവിടെ നിൽക്കാണ്. ശേഷം തിരികെ വീട്ടിലെത്തുന്നു. അവര് രണ്ടുപേരും ആന്റിയുടെ അടുത്ത് വന്ന് ഏകദേശം 10 ദിവസത്തോളായിരിക്കുന്നു. ഇത്ര ദിവസമായിട്ടും അവന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നും കിട്ടാത്തതിൽ ആന്റിക്ക് പരിഭവമുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ അവിടെ എവിടെയും തൊടാതെ ആന്റി അവരെ കുത്തി പറയുന്നുണ്ട്. അത് സെയ്റ്റക്ക് മനസ്സിലാവുന്നു. അടുത്ത ദിവസം സെച്ചിക്കോയും കൂട്ടി അവൻ ബീച്ചിൽ പോവുകയാണ്. കുറച്ചു നേരം രണ്ടുപേരും ഒന്നിച്ച് അവിടെ കളിക്കാണ്. അമ്മയോടൊത്തുള്ള പഴയ ഓർമ്മകൾ സെയ്റ്റക്ക് വരുന്നു. ഒരുപാട് ഹാപ്പിയായി നല്ല ജീവിതം ജീവിച്ചിരുന്നവരായിരുന്നു അവര്. പെട്ടെന്നാണ് സൈറൻ മുഴങ്ങുന്നത്. അവരുടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ആന്റി അവരുടെ അമ്മയുടെ വിലപിടിച്ച കിമോനോസ് ഒരു ചാക്ക് അരിക്ക് വേണ്ടി വിൽക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അവരെ അറിയിക്കാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അത്യാവശ്യമാണെന്ന് ആന്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ മരിച്ച കാര്യം അറിയാതെ സെച്ചിക്കോ അത് അമ്മയുടെ വസ്ത്രങ്ങളാണ്, വിൽക്കരുത് എന്നും പറഞ്ഞ് കരയാണ്. സെയ്റ്റ അവളെ പിടിച്ചു മാറ്റി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിറ്റ് കിട്ടിയതിൽ നിന്നും കുറച്ചരി സൂക്ഷിച്ചു വെച്ചോളം പറഞ്ഞ് ആന്റി അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ പഴങ്കഞ്ഞിയായിരുന്നു ഭക്ഷണം. എന്നാ സെച്ചിക്കോക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വാശി പിടിക്കുന്ന സെച്ചിക്കോയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്ന് സെയ്റ്റ പറയാണ്. അത് കേൾക്കുന്ന ആന്റിക്ക് ദേഷ്യം വരികയാണ്. ഉച്ചക്കും പഴങ്കഞ്ഞിനെ ഉള്ളൂ, ഒരു പണിക്കും പോകാതെ കഴിക്കാൻ മാത്രം വേണ്ടി വീട്ടിലിരിക്കുന്നവർക്ക് വെച്ചുണ്ടാക്കി തരുന്നതും പോരാ, കുറ്റം മൊത്തം കേൾക്കാൻ വേണം ആന്റി പറയാണ്. പക്ഷേ അത് ഞങ്ങളുടെ അരിയല്ലേ, സെച്ചിക്കോ ചോദിക്കാണ്. അത് കേട്ട് ആന്റിക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. ഇത്രയും വെച്ചുണ്ടാക്കി തന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇനി മുതൽ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾ തനി ഉണ്ടാക്കിക്കോ. അല്ല സേറ്റ, ടോക്കിയോയില് നിന്റെ അമ്മയുടെ ഫാമിലി ഒക്കെ അല്ലേ, നിങ്ങൾക്ക് അവിടേക്ക് മാറി താമസിച്ചൂടെ എന്ന് ആന്റി ചോദിക്കാണ്. അടുത്ത ദിവസം അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ക്യാഷ് അവർ വിഡ്രോ ചെയ്യാണ്. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അന്ന് രാത്രി അവരുടെ ഭക്ഷണം അവർ തന്നെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഫുഡ് കഴിക്കാൻ നേരം അങ്കിൾ അവരെ കുറിച്ച് ചോദിക്കാണ്. അവരുടെ ഭക്ഷണം അവർ തനിയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാൻ അവരോട് കുറച്ച് ദേഷ്യപ്പെട്ടു. എന്നാലും എന്താ, എന്നോട് മാപ്പ് ചോദിച്ചാ പോരെ? അപ്പോഴേക്കും അവർ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കുക, എന്തൊരു അഹങ്കാരാണ് എന്നൊക്കെ ആന്റി പറയുന്നുണ്ട്. രാത്രി സെച്ചിക്കോ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. അത് കേട്ട് ആന്റി അവിടേക്ക് വന്ന് ചെറിയ കുട്ടികളാണെന്ന് പോലും ഓർക്കാതെ അവരുടെ ഉറക്കം തടസ്സപ്പെടുത്തുന്നതില് വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകണം. സോ സെയ്റ്റ അവളെ എടുത്ത് പുറത്തൂടെ നടന്ന് കരച്ചിൽ മാറ്റി അവളെ ഉറക്കാണ്. ആന്റി ആണെങ്കിൽ തൊട്ടേനും പിടിച്ചതിനൊക്കെ അവര് വഴക്കു പറഞ്ഞോണ്ടേ ഇരിക്കാണ്. പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ എന്ന് എപ്പോഴും പറയുന്നുണ്ട്. തീരെ സഹിക്കാൻ പറ്റാതായപ്പോ ആന്റിയുടെ വീട്ടിൽ നിന്ന് താമസം മാറാൻ തീരുമാനത്തിലെത്താണ് സെയ്റ്റ. ബോംബ് അറ്റാക്ക് നടക്കുന്ന സമയത്തൊക്കെ അവർ വന്ന് ഒളിച്ചിരിക്കുന്ന ഒരു ഷെൽട്ടർ ഉണ്ട് കുന്നിൻചെരുവിലെ, അവിടെ താമസിക്കാന്ന് അവർ തീരുമാനിക്കാണ്. സൗകര്യങ്ങളൊന്നുമില്ലേലും സമാധാനം ഉണ്ടാവുമല്ലോ. ആ തീരുമാനത്തിൽ ഏറ്റവും ഹാപ്പി സെച്ചിക്കോ ആണ്. ആന്റിയുടെ വഴക്ക് കേൾക്കണ്ടല്ലോ. അവര് ഹാപ്പിയായി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാണ്. രാത്രി നല്ല ഇരുട്ടായോണ്ട് അവിടെ കിടക്കാൻ സെച്ചിക്കോക്ക് പേടിയാവാണ്. സോ സെയ്റ്റ ഒരുപാട് മിന്നാമിനുങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് അതിനുള്ളിൽ ഇടുകയാണ്. മിന്നാമിനുങ്ങളുടെ വെട്ടത്തിൽ അങ്ങനെ കിടക്കുമ്പോ അവർക്ക് നല്ല രസം തോന്നാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ അച്ഛന്റെ കൂടെ നേവൽ റിവ്യൂ കാണാൻ പോയ പഴയ ഓർമ്മകളെല്ലാം സെയ്റ്റയ്ക്ക് വരികയാണ്. കുഞ്ഞു പെങ്ങളെ ചേർത്ത് പിടിച്ച് അവരങ്ങനെ ആ രാത്രി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം ചത്ത മിന്നാമിനുകളെയെല്ലാം സെച്ചിക്കോ ഒരു കുഴിയിൽ കുഴിച്ചിടുകയാവും. നമ്മുടെ അമ്മയും ഇതുപോലെ ഗ്രേവിനകത്ത് കിടക്കുന്നുണ്ടാകും അല്ലേ സെയ്റ്റ? ആന്റി എന്നോട് പറഞ്ഞു അമ്മ മരിച്ചു പോയെന്ന്. അമ്മ മരിച്ചെന്ന കാര്യം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത്രയും ദിവസം അവൻ അടക്കി പിടിച്ച കണ്ണീരെല്ലാം ആണുപൊട്ടി ഒഴുകാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അമ്മയുടെ കല്ലറ കാണാൻ പോകാട്ടോ. രണ്ടുപേരും ഒരുപാട് കരയാണ്. അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. അടുത്തുള്ള ഒരു കർഷകനെ മീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കടം തരുമെന്ന് അവർ ചോദിക്കാണ്. ഇനിയിപ്പോ നീ എനിക്ക് കാശ് തരാന്ന് പറഞ്ഞാൽ കൂടി എന്റെ കയ്യിൽ തരാൻ എക്സ്ട്രാ ഫുഡൊന്നുമില്ല. ഇപ്പത്തെ അവസ്ഥയിൽ ഫുഡൊന്നും അങ്ങനെ കിട്ടാനില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആന്റിയോട് മാപ്പ് പറഞ്ഞ് തിരികെ അവിടേക്ക് തന്നെ ചെല്ലാൻ നോക്ക്. അയാൾ പറയാണ് സാരല്ല, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം എന്ന് പറഞ്ഞ് സെയ്റ്റ അവിടുന്ന് പോരാണ്. അപ്പോഴാണ് പെട്ടെന്ന് അറ്റാക്ക് നടക്കുന്നത്. അവർ രണ്ടുപേരും തൊട്ടടുത്തുള്ള ഒരു തക്കാളി തോട്ടത്തിൽ ഒളിക്കാണ്. വിശന്ന് വലഞ്ഞിരിക്കുമ്പോ നല്ല പഴുത്ത തക്കാളി കണ്ടപ്പോ അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, വയറ് നിറയെ കഴിക്കാണ്. സെച്ചിക്കോക്കും കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പറ്റാവുന്നിടത്തോളം തക്കാളിയും ഉരുളക്കിഴങ്ങും ശേഖരിച്ച് അവർ തിരിച്ചു പോരാണ്. നേരെ ചെന്ന് പെടുന്നത് ഒരു പോലീസ് ഓഫീസറുടെ മുന്നിലാണ്. രണ്ടുപേരും പെട്ടെന്ന് അയാളുടെ മുന്നിൽ നിന്ന് ഓടിപ്പോവുകയാണ്. മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണല്ലോ. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അൺഹൈജീനിക് ആയ ലൈഫ് സ്റ്റൈൽ കാരണം
തലയിലും ദേഹത്തും എല്ലാം സെച്ചിക്കോക്ക് നിറയെ റാഷസ് വന്നിരിക്കുകയാണ്. പോരാത്തതിന് പ്രോപ്പർ ഫുഡൊന്നും കിട്ടാത്തോണ്ട് തന്നെ അവൾക്ക് ഡയറിയയും പിടിച്ചിട്ടുണ്ട്. സെച്ചിക്കോക്ക് ഷുഗർ കൊടുക്കാൻ വേണ്ടി അന്ന് രാത്രി സെയ്റ്റ കരിമ്പ് തോട്ടത്തിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിക്കാണ്. എന്നാ ആ തോട്ടക്കാരൻ അവനെ കൈയോടെ പിടിക്കാണ്. അവനെ അടിച്ച് അവശനാക്കുന്നുണ്ട്. എന്റെ അനിയത്തിക്ക് തീരെ വയ്യ, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ വെറുതെ വിടണം, ഞാൻ ഇനി മോഷ്ടിക്കില്ല എന്നൊക്കെ അവൻ കാല് പിടിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അയാൾ അവനെ വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുകയാണ്. പുറകെ തന്നെ സെച്ചിക്കോയും വരുന്നുണ്ട്. അവന്റെ ഭാഗ്യത്തിന് ആ പോലീസുകാരൻ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ ഇത്രയും തല്ലി ചതച്ചതിന് അദ്ദേഹം ആ തോട്ടക്കാരനെ ചീത്ത പറഞ്ഞു ഓടിക്കുകയാണ്. സെയ്റ്റയെ വെറുതെ വിടാണ്. കൂടുതലൊന്നും അദ്ദേഹത്തിന് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. പോലീസ് സ്റ്റേഷന് പുറത്ത് ഇരുട്ടത്ത് തനിയെ സെയ്റ്റയും കാത്തു നിൽക്കുന്ന സെച്ചിക്കോയുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് സെയ്റ്റക്ക് കുറ്റബോധം തോന്നുകയാണ്. വേദനിക്കുന്നുണ്ടോ? നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ? സെച്ചിക്കോയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് സെയ്റ്റ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്തൊരവസ്ഥയാണല്ലേ. വിശപ്പ് സെച്ചിക്കോയെ നല്ല രീതിക്ക് ബാധിക്കാൻ തുടങ്ങിയിരുന്നു. എയർ റെയ്ഡ്സിന്റെ ടൈമില് എല്ലാവരും ഷെൽട്ടറിൽ ഒളിച്ചിരിക്കായിരിക്കുമല്ലോ. ആ സമയങ്ങളിൽ അവരുടെ വീട്ടിൽ കയറി സെയ്റ്റ ഭക്ഷണ സാധനങ്ങളും മറ്റു വസ്തുക്കളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. ഒരു ദിവസം മോഷ്ടിച്ചു കിട്ടിയ കുറച്ച് വസ്ത്രങ്ങൾ അവന്റെ അമ്മയുടെ വില പിടിച്ച വസ്ത്രങ്ങളാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീക്ക് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചു. ചീപ്പായ തുണി തന്ന് എന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് അവരത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. ആശ്രമം പരാജയപ്പെട്ട വിഷമത്തില് തിരികെ വരുമ്പോ നിലത്ത് ബോധം പോയി വീണ് കിടക്കുന്ന സെച്ചിക്കോയാണ് അവൻ കാണുന്നത്. സെയ്റ്റ അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ്. സെച്ചിക്കോയ്ക്ക് പോഷകാഹാര കുറവാണ്, അതുകൊണ്ടാണ് ഡയറിയും വന്നിരിക്കുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്താൽ മാത്രമേ അവൾ ഓക്കെ ആവുമെന്ന് ഡോക്ടർ അറിയിക്കുകയാണ്. സെയ്റ്റ അവന്റെ സേവിങ്സ് എല്ലാം വിഡ്രോ ചെയ്തിട്ട് നല്ല ആഹാര സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയാണ്. സെയ്റ്റ എന്നെ വിട്ടു പോകല്ലേ, എന്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് തളർന്ന സ്വരത്തില് സെച്ചിക്കോ പറയാണ്. ഞാൻ പോയി നല്ല ഭക്ഷണം വാങ്ങി വരാം, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എവിടെയും പോകില്ല, എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇരിക്കാം എന്ന് അവൻ സെച്ചിക്കോയ്ക്ക് വാക്കു കൊടുക്കാണ്. തളർന്ന ആ മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി വരികയാണ്. അങ്ങനെ സെച്ചിക്കോയെ ഷെൽട്ടറിൽ കിടത്തി അവൻ ബാങ്കിൽ മണി വിഡ്രോ ചെയ്യാൻ വരികയാണ്. അവിടെ വെച്ച് അവനെ ന്യൂസ് അറിയാണ്. അതായത് ജപ്പാൻ യുദ്ധത്തിൽ കീഴടങ്ങി. ജാപ്പനീസ് നേവിനെ മുഴുവനായി ശത്രുക്കള് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. അവന്റെ അച്ഛനെയും നഷ്ടപ്പെട്ടു എന്ന വാർത്ത അവൻ തിരിച്ചറിയാണ്. സെയ്റ്റ ആകെ തളർന്നു പോകുകയാണ്. തിരികെ ഷെൽട്ടറിൽ എത്തിയപ്പോ സെച്ചിക്കോയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൾക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ എന്തോ വായിലിട്ട് ചമക്കുന്നത് കണ്ട് പരിശോധിച്ചു നോക്കുമ്പോ മാർബിൾ പീസ് ആയിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട മിഠായി ആണെന്ന് കരുതി കഴിച്ചോണ്ടിരിക്കുകയാണ് അവള്. അവനത് പുറത്തെടുക്കാണ്. ഇതാ സെയ്റ്റ, ചോറ് കഴിച്ചോ എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 2 കല്ല് അവൾ അവന്റെ നേരെ നീട്ടാണ്. കുഞ്ഞു പെങ്ങളുടെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് വിഷമാവാണ്. അവൻ ഒരു വാട്ടർമെലന്റെ പീസ് എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുക്കാണ്. കയ്യിലും ഒരു കഷ്ണം കൊടുക്കുന്നുണ്ട്. ഞാൻ ഉടനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ അവിടെ കടത്തിയിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുകയാണ്. ഫുഡ് ഉണ്ടാക്കി തിരിച്ചു വന്നപ്പോഴേക്കും സെച്ചിക്കോ മരണപ്പെട്ടിരുന്നു. കുഞ്ഞു പെങ്ങളുടെ ബോഡിയും കെട്ടിപ്പിടിച്ചിരുന്നു. അന്നത്തെ രാത്രി അവൻ തള്ളി നീക്കി. ഗ്രാമത്തിലുള്ളവരെല്ലാം യുദ്ധം അവസാനിച്ച സന്തോഷത്തിലായിരുന്നു. എന്നാൽ സെയ്റ്റക്കോ അവന് വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. സെച്ചിക്കോയുടെ കളിച്ചിരികളും കുസൃതികളും എല്ലാം അവന്റെ ഓർമ്മയിൽ വരികയാണ്. സെച്ചിക്കോക്ക് ഇഷ്ടപ്പെട്ട അവളുടെ കുഞ്ഞു പാവ അവളുടെ ബോഡിയോട് ചേർത്ത് വെച്ച് അവൻ അവളെ സംസ്കരിക്കുകയാണ്. അവളുടെ ആഷസ് സെച്ചിക്കോയുടെ പ്രിയപ്പെട്ട ഫ്രൂട്ട് ഡ്രോപ്പ് ടിന്നിലാക്കി അവൻ ആ കുന്നിറങ്ങാണ്. പിന്നീട് ഒരിക്കലും അങ്ങോട്ട് അവൻ തിരിച്ചു പോയിട്ടില്ല. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് അവന് മരണപ്പെടുകയാണ്. ജീവിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അവന്. അവന്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് പറയാം. ലാസ്റ്റ് സീനില് അവരുടെ 2 പേരുടെയും ആത്മാക്കൾ ഒരുപാട് മിന്നാമിനുങ്ങൾക്ക് നടുവിലിരുന്ന് ഇന്നത്തെ ജപ്പാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ സിനിമ കണ്ടു തീർക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉയരുന്നൊരു ചോദ്യം ഉണ്ടാവും. എന്തിനായിരുന്നു ആ കുഞ്ഞുങ്ങൾ ഇത്രയേറെ അനുഭവിച്ചത്? വർഷങ്ങൾക്കിപ്പുറം ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടക്കുമ്പോൾ സെയ്റ്റയെയും സെച്ചിക്കോയെയും പോലെ എത്രയോ 1000 കുട്ടികളാണ് ഇന്നും തെരുവുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും വിശപ്പും പേടിയും കൊണ്ട് വിറക്കുന്നത്. രാഷ്ട്രീയമോ അതിർത്തിയോ അധികാരമോ എന്തുമാകട്ടെ, യുദ്ധം ജയിക്കുന്നത് ആരുമാകട്ടെ, പക്ഷെ തോറ്റു പോകാറുള്ളതെന്നും ഇത്തരം നിഷ്കളങ്കരായ മനുഷ്യരാണ്. മിന്നാമിനുങ്ങൾക്ക് ആയുസ് കുറവായതുപോലെ യുദ്ധത്തിന്റെ ക്രൂരതയിൽ അസ്തമിച്ചു പോയ ഓരോ കുഞ്ഞു ജീവിതങ്ങൾക്കും ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. യുദ്ധമില്ലാത്ത, വിശപ്പില്ലാത്ത ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം. ഇത്രയും നല്ലൊരു സിനിമ എനിക്ക് പരിചയപ്പെടുത്തി തന്ന സുഹൃത്തിന് വലിയൊരു നന്ദി. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ മൂവീസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.